മോഹൻലാൽ ജോഷി കൂട്ടുകെട്ടിൽ വരുന്ന ചിത്രമാണല്ലോ റംബാൻ. ഈ സിനിമയിൽ മോഹൻലാൽ പിന്മാറി എന്ന വാർത്തകളെല്ലാം നേരത്തെ വന്നിരുന്നു. ഇപ്പോഴത്തെ ഈ സിനിമയിൽ മോഹൻലാൽ ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ മോഹൻലാൽ ചിത്രമായ L360 അതുപോലെ തന്നെ സത്യനന്ദിക്കാട് ചിത്രം എന്നീ സിനിമകൾക്ക് ശേഷം ഈ സിനിമയുടെ ഷൂട്ട് തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സൂര്യ കാർത്തിക് സുബ്രാജ് ചിത്രമായ സൂര്യ 44 എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ ഇപ്പോൾ വരുന്നു. സിനിമയുടെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് ഇപ്പോഴത്തെ സൂര്യയുടെ ബർത്ത്ഡേ സ്പെഷ്യലായി തന്നെ വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ സിനിമയുടെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇപ്പോൾ ആൻഡമാനിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സിനിമയുടെ അടുത്ത ഷെഡ്യൂളെല്ലാം വരിക ഊട്ടിയിലും കൂടിയായിരിക്കും. ശിവകാർത്തികനെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നതായ റിപ്പോർട്ടുകൾ. ചിത്രം ഇപ്പോഴത്തെ പേഷ്യൻ സ്റ്റുഡിയോസ് നിർമ്മിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഇവരുടെ കമ്മിറ്റ്മെന്റ്സ് എല്ലാം തീർത്തതിന് ശേഷമായിരിക്കും ഈ സിനിമയുടെ ഷൂട്ടെല്ലാം തുടങ്ങുക. കാർത്തിക നായകനാക്കി ഡയറക്ടർ തമിഴ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് തുടങ്ങും. ഒക്ടോബർ മാസം സിനിമയുടെ ഷൂട്ട് തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഡ്രീം മാരർ പിക്ചേഴ്സ് ആയിരിക്കും ഈ സിനിമ നിർമ്മിക്കുക. കമൽഹാസൻ ചിത്രമായ ഇന്ത്യൻ 2 സിനിമയുടെ സെൻസറും ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. US സർട്ടിഫിക്കറ്റ് ലഭിച്ച ഈ സിനിമയുടെ ദൈർഘ്യം എന്ന് പറയുന്നത് 3 മണിക്കൂറും 4 സെക്കൻഡും കൂടിയാണ്. ചിത്രം ജൂലൈ 12-നാണ് വേൾഡ് വൈഡായി തിയേറ്റർ റിലീസ് ചെയ്യുന്നത്. പ്രഭാസ് പ്രശാന്ത് നീൽ ചിത്രമായ സലാർ 2 സിനിമയുടെ ഷൂട്ട് തുടങ്ങുന്നു. ഓഗസ്റ്റ് 10-നായിരിക്കും ഈ സിനിമയുടെ ഷൂട്ട് ഹൈദരാബാദിൽ തുടങ്ങുക. 20 ദിവസത്തെ ഷെഡ്യൂളാണ് ടീം ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിലവിൽ ഈ സിനിമയുടെ 20% ഷൂട്ടെല്ലാം ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വിക്രമിന്റെ സിനിമകളിൽ തന്നെ വളരെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന ചിത്രമായിരിക്കും തങ്കലാൻ എന്ന ചിത്രം. സിനിമയുടെ ഒരു ട്രെയിലർ വരുന്നു. ജൂലൈ 8-ന് ഈ സിനിമയുടെ ഒരു ട്രെയിലർ വന്നേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2 മിനിറ്റ് 12 സെക്കൻഡ് ആയിരിക്കും ഈ സിനിമയുടെ ട്രെയിലറിന്റെ റൺ ടൈം അല്ല. ധനുഷിന്റെ സംവിധാനത്തിൽ വരുന്ന അടുത്തൊരു തമിഴ് ചിത്രമാണല്ലോ റായൻ എന്ന ചിത്രം. സിനിമയെക്കുറിച്ച് ഇപ്പോൾ കാളിദാസ് ജയറാം തന്നെ ഒരു അപ്ഡേറ്റ് തന്നിരിക്കുകയാണ്. ഈ സിനിമ ഇപ്പോഴത്തെ പടച്ചെന്നൈ ബാക്ക്ഡ്രോപ്പിൽ വരുന്ന ഒരു ഫാമിലിയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ചിത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ കാളിദാസ് ജയറാം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ സിനിമയിൽ ധനുഷിന്റെ ബ്രദറായിട്ടാണ് സന്ദീപ് കിഷാനും അതുപോലെ തന്നെ കാളിദാസ് ജയറാമും വരുന്നത്. അവരുടെ സിസ്റ്റർ റോളിലായിരിക്കും ദുഷറ വിജയൻ എത്തുക. എന്തായാലും ഈ ചിത്രം ഒരു ഗംഭീര ചിത്രമാകുമെന്ന് പ്രതീക്ഷിക്കാം. കമൽഹാസൻ ചിത്രം ഇന്ത്യൻ 3 സിനിമയുടെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ കമൽഹാസൻ തന്നെ തന്നിരിക്കുകയാണ്. ഈ സിനിമയുടെ 3ാം ഭാഗമായ ഇന്ത്യൻ 3-ൽ സേനാധിപതിയുടെ ഫാദർ റോളിലായിരിക്കും കമൽഹാസൻ എത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രജനി ചിത്രം കൂലി സിനിമയിൽ ഇപ്പോൾ ഗിരീഷ് ഗംഗാധരൻ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫറായി ജോയിൻ ചെയ്തിരിക്കുകയാണ്. വിക്രം എന്ന സിനിമയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ലോകേഷ് ചിത്രത്തിൽ ഗിരീഷ് ഗംഗാധരൻ വീണ്ടും എത്തുന്നത്. വിജയ് സേതുപതിയെ നായകനാക്കി പാണ്ഡ്യരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ വരുന്നു. ചിത്രം ഇപ്പോഴത്തെ സത്യജ്യോതി ഫിലിംസ് നിർമ്മിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയിൽ നായികയായി എത്തുക നിത്യ മേനോനും കൂടിയായിരിക്കും. ടൊവിനോ ചിത്രം ഐഡന്റിറ്റി എന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു പക്ക ആക്ഷൻ ഫിലിമും കൂടിയാണ്. ടൊവിനോയെ കൂടാതെ തന്നെ തൃഷ, വിനയ് റായ് എന്നിവരൊക്കെയാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യുന്നത് ജേക്സ് പി ജോയിയാണ്. വിജയ് സേതുപതി നായകനായി റീസെന്റായി പുറത്തു വന്നൊരു തമിഴ് സിനിമയായിരുന്നല്ലോ മഹാരാജ. സിനിമ അങ്ങനെ ഇപ്പോഴത്തെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ആദ്യമായിട്ടാണ് ഒരു സോളോ റിലീസായി വന്ന് വിജയ് സേതുപതിയുടെ ചിത്രം 100 കോടി ക്ലബിൽ ഇടം പിടിക്കുന്നത്. എന്തായാലും ഈ ചിത്രം വിജയ് സേതുപതിയുടെ ഒരു 50ാമത്തെ ചിത്രവും കൂടിയായിരുന്നു. എന്തായാലും വലിയൊരു കംബാക്ക് തന്നെയാണ് ഈ സിനിമയിലൂടെ വിജയ് സേതുപതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കാർത്തിക് ചിത്രങ്ങളിൽ തന്നെ വളരെ പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന സിനിമയായിരിക്കും ലോകേഷ് ചിത്രമായ കൈദി 2. സിനിമയുടെ ഷൂട്ടിൻ്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ അടുത്ത വർഷം 2025-ൽ പകുതിയോടെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. രാജമൗലി അടുത്തതായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണല്ലോ മഹേഷ് ബാബുവിനെ നായകനാക്കിയുള്ള ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ വില്ലൻ വേഷത്തിൽ പൃഥ്വിരാജ് ഉണ്ടാകുമെന്നപ്പോൾ ഏറെക്കുറെ കൺഫേം ആയിരിക്കുകയാണ്. കൂടാതെ തന്നെ സിനിമയുടെ ഷൂട്ട് ഈ വർഷം അവസാനം തന്നെ ആരംഭിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പിന്നെ ഈ സിനിമയിൽ മഹേഷ് ബാബുവിന്റെ ക്യാരക്ടറിന് ഹനുമാന്റെ ഷെയ്ഡ് ഉണ്ടായേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തിരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ ചിത്രം ഒരു ആഫ്രിക്കൻ ഫോറസ്റ്റിനെ ബേസ് ചെയ്തിറക്കുന്ന ഒരു അഡ്വഞ്ചർ ആക്ഷൻ ഫിലിമും കൂടിയാണ്. മോഹൻലാൽ ചിത്രം എമ്പുരാൻ സിനിമയുടെ ഗുജറാത്ത് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഈ സിനിമയുടെ അടുത്ത ഷെഡ്യൂളെല്ലാം വരുന്നത് അബുദാബിയിലും കൂടിയാണ്. 10 ദിവസത്തോളം ആയിരിക്കും അബുദാബി ഷെഡ്യൂളെല്ലാം ഉണ്ടാവുക.